ലഹരിക്കെതിരെ ക്യാമ്പയിനുമായി കോഴിക്കോട് കോർപ്പറേഷൻ കുട്ടികൾ കളിക്കട്ടെ എന്ന പദ്ധതി ആരംഭിക്കും. എല്ലാ കളിസ്ഥലങ്ങളും നവീകരിക്കുകയും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്യും. യോഗ, ആയോധന കലകൾ തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാർഡ് തലത്തിൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാനും തീരുമാനമായി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ഏതായാലും ബെൻസൺ, ലഹരിക്കെതിരെ വ്യത്യസ്തമായ ക്യാമ്പയിനുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇത് വളരെ രസകരമായി തോന്നുന്നു കേട്ടിട്ട്. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ബെൻസൺ? ലക്ഷ്മി പത്മ, നമുക്കറിയാം ലഹരി വ്യാപനം അതിരൂക്ഷമാണ് നാട്ടിൽ. ഈ ലഹരി വ്യാപനം ചെറുക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിയമ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ പല രൂപത്തിൽ നടക്കുന്നുണ്ട്. ഈ പലതരത്തിലുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട്. അത് ലഹരിയെ തടയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ നടക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ ഈ കോർപ്പറേഷൻ അവരുടെ വാർഷിക ബജറ്റിൽ ഇത്തരത്തിലൊരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും അവർ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലാണ്. ഈ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം ഈ ലഹരി ഉപയോഗിച്ച് ഇപ്പോൾ അതിന്റെ അടിമകളായിട്ടുള്ള നിലവിലുള്ള യുവാക്കളെയും കുട്ടികളെയും അല്ലെങ്കിൽ മുതിർന്ന ആളുകളെയും തിരികെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾക്കാണ് അവർ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കുട്ടികൾ കളിക്കട്ടെ പദ്ധതി ആരംഭിക്കും. അതായത് നിരവധിയായിട്ടുള്ള ഗ്രൗണ്ടുകൾ കോർപ്പറേഷൻ പരിധിയിലുണ്ട്. അവയെല്ലാം തന്നെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അവയെല്ലാം വീണ്ടും പുനരുദ്ധരിച്ച് ഗ്രൗണ്ടുകൾ കളിസ്ഥലങ്ങളാക്കി വീണ്ടും നവീകരിച്ച് യുവാക്കളെയും വിദ്യാർത്ഥികളെയും അടക്കമുള്ള ആളുകളെ ഗ്രൗണ്ടുകളിലേക്ക് എത്തിക്കുക, കളിക്കളങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കളിക്കളങ്ങളിലെല്ലാം തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഈ കളിക്കളങ്ങളെല്ലാം തന്നെ ഒരു കാട് മൂടി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്ത അവസ്ഥ. അവിടെ അരാജക സംഘങ്ങൾ വരുന്നു, ലഹരി ഉപയോഗിക്കുന്നു, ലഹരി വ്യാപനത്തിലുള്ള കേന്ദ്രങ്ങളായി മാറുന്നപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ കീഴിലുള്ള എല്ലാ വാർഡുകളിലും എൻഫോഴ്സ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കും. ജാഗ്രതാ സമിതികൾ പോലെയുള്ള എൻഫോഴ്സ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിച്ച് ഈ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കും. അതോടൊപ്പം തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ റീഹാബിലിറ്റേഷൻ യൂണിറ്റ് ആരംഭിക്കും. അതായത് ഈ ലഹരിക്ക് അടിമകളായിട്ടുള്ള ആളുകളെ തിരികെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള ചികിത്സകൾ, കൗൺസിലിംഗുകളെല്ലാം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ യൂണിറ്റ്, കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം. നിലവിലിപ്പോൾ കോഴിക്കോട് അത്തരം ഒരു സാഹചര്യം നിലവിൽ അധികം ആശുപത്രികളിൽ ഇല്ല. ഈ ലഹരിക്ക് അടിമകളായിട്ടുള്ള ആളുകളെ കിടത്തി ചികിത്സിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യം വളരെ പരിമിതമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ യോഗ, ആയോധന കലകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാർഡ് തലങ്ങളിൽ കേന്ദ്രങ്ങൾ ആരംഭിക്കും. കോർപ്പറേഷന്റെ പരിധിയിലാണ് ഇത്തരത്തിൽ ഈ പരിപാടികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്താൻ പോകുന്നത്. ലഹരി വ്യാപനം അതിരൂക്ഷമാണ്. അപ്പോൾ പല വിധത്തിൽ അതിനെ തടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ അടക്കം നടന്നു വരുന്നത്. ലക്ഷ്മി, തീർച്ചയായും ഇത്തരം ഉണർന്നെഴുന്നേൽക്കലുകൾ ആവശ്യമാണ്. കാരണം ലഹരിയിൽ പെട്ടുപോയ ആളുകളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇതുപോലുള്ള റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, ഒപ്പം തന്നെ അവരെ തൊഴിൽപരമായി പലരെയും പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ, ഇത്തരത്തിൽ ലഹരി ഡ്രൈവുകൾക്ക് ഒപ്പം തന്നെ നടപ്പിലാക്കേണ്ട ഒരു ഭരണകൂടം, സ്റ്റേറ്റ് നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അത്തരം പ്രവർത്തനങ്ങൾ ഏതായാലും പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അത്തരം വാർത്തകൾ ആശാവഹവുമാണ്. ബെൻസൺ ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.